നമസ്കാരം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീടുകളിൽ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും. അതിനായി ഏവരും പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ദേവിയെ യഥാവണ്ണം ആരാധിക്കുന്നതിലൂടെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയുന്നതുമാണ്. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഒരു വീട്ടിലേക്ക് വന്നു ചേരുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ധാരാളം ധനം, സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്ന് വരുന്നതിന് മുൻപ് മഹാലക്ഷ്മി ദേവി നൽകുന്ന ആ സൂചനകളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് ആഗ്രഹ സാഫല്യമാകുന്നു. ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും, ചെറിയ ആഗ്രഹങ്ങളാണ് എങ്കിൽ പോലും വലിയ തടസ്സങ്ങളില്ലാതെ ചിലർക്ക് അനുകൂലമായി ഭവിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ, ആഗ്രഹ സാഫല്യം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. എന്നാൽ അധികം പ്രയാസമില്ലാതെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ പല അവസരങ്ങളിലും നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. കൂടാതെ നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി മഞ്ഞൾ നട്ടു വളർത്തുകയും അവ ധാരാളമായി പിടിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ചില വീടുകളിൽ എത്ര തന്നെ നട്ടു വളർത്തിയാലും അവ വളരണം എന്നില്ല. എന്നാൽ ചില വീടുകളിൽ ഇപ്രകാരം നട്ടു വളർത്തുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യുന്നതാകുന്നു. ഇത്തരത്തിൽ സംഭവിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒഴിയാൻ പോകുന്നതിൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ വീടുകളിൽ സൗഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു. വീടുകളിൽ അതിനാൽ മഞ്ഞൾ തഴച്ചു വളരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. കാരണം വെള്ളിയാഴ്ച ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതായ ഒരു ദിവസം കൂടിയാകുന്നു. അതിനാൽ ലക്ഷ്മി പ്രീതിക്ക് ഉത്തമമാണ്. ഇന്നേ ദിവസം ദേവിയെ ആരാധിക്കുന്നതായ സമയം വീടുകളിൽ പ്രത്യേകിച്ചും സുഗന്ധം അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെയും വന്നു ചേരാൻ പോകുന്നതായ സൗഭാഗ്യങ്ങളെയും ഇതിലൂടെ അർത്ഥമാക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഈ ലക്ഷണം കാണുന്നത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഒരു കാരണവുമില്ലാതെ ചിലർ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതാണ്. നിങ്ങൾക്കും ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ സൂചനയായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഭാഗ്യം തെളിയുന്നു എന്നും ധാരാളം പണം വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ആ വീടുകളിൽ പ്രധാനമായും ലക്ഷ്മി കടാക്ഷത്താൽ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിറയുന്നതിൻ്റെ അഥവാ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രത്യേകിച്ചും ഉണരുന്നതായ സമയത്തോ അല്ലെങ്കിൽ അല്ലാതെയോ മണികിലുക്കം നിങ്ങൾക്ക് കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. ഇത് ദേവിയുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ജീവിതത്തിൽ പുതിയതായ ചില അവസരങ്ങൾ, അനുഗ്രഹം ചൊരിയുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഉയർച്ചയും സൗഭാഗ്യങ്ങളും ആ വീടുകളിൽ നിറയാൻ പോകുന്നതിൻ്റെ സൂചനയായും ഇതിനെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതായത് ഒരു പെൺകുട്ടി നിങ്ങളെ നോക്കി ചിരിക്കുകയാണ് എങ്കിൽ, അതായത് ചെറിയ ഒരു കുട്ടി നിങ്ങളെ നോക്കി ചിരിക്കുന്നത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ്. പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ കുട്ടികൾ ഇപ്രകാരം ചിരിക്കുന്നതും നിങ്ങളുടെ കൈകളിൽ വന്ന് പിടിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ സമയം,
ആരംഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ സ്വപ്നത്തിൽ ദേവിയുടെ ദർശനം നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. ഇപ്രകാരം ലഭിക്കുന്നത് പോലും പുണ്യമാണ്. കാരണം ഏവർക്കും ലഭിക്കാത്തതായ ഒരു സൗഭാഗ്യമാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഏവർക്കും ലഭിക്കാത്തതായ ഈ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ സദാ കുടികൊള്ളുന്നതിനാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അമ്മയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചിഹ്നത്തെ സ്വപ്നം കാണുന്നതും അതീവ ശുഭകരമായ സൂചന തന്നെയാകുന്നു. കൂടാതെ ധാരാളം പണം അല്ലെങ്കിൽ മറ്റ് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു, അമ്മയുടെ അനുഗ്രഹത്താൽ നേട്ടങ്ങൾ നിങ്ങൾ കൊയ്യാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. അമ്മയെ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ അഥവാ ദേവിയെ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ എപ്പോഴും ദേവിയുടെ ചിന്ത മാത്രമേ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരൂ. ഒരിക്കലും മറ്റ് ചിന്തകൾ കടന്നു വരില്ല എന്നതാണ് വാസ്തവം. കൂടാതെ ദേവിയെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും അല്ലെങ്കിൽ പല അവസരങ്ങളിലും മനസ്സിലേക്ക് കടന്നു വരുന്നതും അതീവ ശുഭകരം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം, ഐശ്വര്യം ദേവിയുടെ അനുഗ്രഹത്താൽ കടന്നു വരുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. എന്നാൽ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ദേവിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇത്തരം ചിന്തകൾ കൂടുതലായി അനുഭവപ്പെടുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. സ്വപ്നത്തിൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കാണുന്നതും പെൺകുട്ടിയെ കാണുന്നതും ഏറ്റവും ശുഭകരമാണ്. പ്രത്യേകിച്ചും ബ്രാഹ്മമുഹൂർത്തവുമായി ബന്ധപ്പെട്ട സമയത്ത് ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. നമ്മളോട് സംസാരിക്കുന്നതായോ അല്ലെങ്കിൽ നാം എന്തെങ്കിലും നൽകുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ആ പെൺകുട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുന്നതായി കാണുകയാണ് എങ്കിലും അതും ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു, ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം തോന്നുകയും കൂടാതെ ദേവിയുടെ ക്ഷേത്രത്തിൽ എത്തുന്നതായ അവസരത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം, മനസമാധാനം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. പലപ്പോഴും പല ചിന്തകളാലും മനസ്സിൽ വ്യസനപ്പെടുന്നതായ അവസരത്തിൽ ദേവിയെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരികയോ അല്ലെങ്കിൽ ദേവിയെ ചിന്തിക്കുന്നതായ അവസരത്തിൽ ഇത്തരം ചിന്തകൾ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും അകന്നു പോവുകയോ സംഭവിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു.